നമ്മുടെ കേരച്ചൂരേനെ അങ്ങ് കട്ട് ചെയ്ത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ അണ്ണന്മാരെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മീനിനെ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മൾ വലിയ ചൂരയും കാര്യങ്ങളൊക്കെ എടുത്തുണ്ട്. ഇവിടെ കാപ്പി 2 ഉണ്ട്. അതാ ഇവിടെ ഓരോരുത്തർ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ മീനും കാര്യം എല്ലാ കൂടപ്പുറപ്പുകൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ നമ്മളിത് 3 കേരച്ചൂരേനെ എടുത്ത് അങ്ങ് കട്ട് ചെയ്ത് പീസാക്കി 2 തൊട്ടിയിലും പാത്രത്തിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്നത് കേരച്ചൂരയുടെ തലയാണ്. തല കട്ട് ചെയ്യുമ്പോഴേക്കും ഏകദേശം നടുകെ പിളന്ന് 4 കഷ്ണങ്ങൾ, അതായത് 6 കഷ്ണങ്ങളായിട്ട് 3 കേരയുടെ തല 6 കഷ്ണങ്ങളാക്കിയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടത്. കാരണം അത്രത്തോളം വലിയ തലയായിരുന്നു. അപ്പോൾ മീനിൻ്റെ സൈസ് നിങ്ങൾ നേരത്തെ കണ്ടതാണല്ലോ. അപ്പോൾ ഏതായാലും ഇന്ന് ഒരു അടിപൊളി കിടിലൻ കിടുക്കാച്ചി കേരച്ചൂര കറി വയ്ക്കുന്നത്, അതും കഞ്ഞിവെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് കറി വയ്ക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ടേസ്റ്റോടെ കേരച്ചൂര കറി വെച്ച് കഴിക്കുന്നത്. അപ്പോൾ ഏതായാലും ആ ഒരു വീഡിയോയിലോട്ടാണ് പറ്റുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ മറക്കാതെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ കുക്കിംഗ് വീഡിയോയിലോട്ട് പോവാം. മീനിനെ അങ്ങ് നമ്മുടെ കടൽ വെള്ളം കൊണ്ട് 3-4 പ്രാവശ്യം കഴുകി എടുത്തിട്ട് ബക്കറ്റിലോട്ട് ഇടുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മീനിൻ്റെ ഫ്രഷ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എവിടെ ചെന്നാലും കിട്ടൂല. ആ ഒരു മീനിൻ്റെ കളർ തന്നെ നിങ്ങൾ നോക്കി എന്തുമാത്രം തിളക്കത്തിലാണെന്ന്. അപ്പോൾ അത് അപ്പുറത്തോട്ട് മാറ്റി വെച്ചിരിക്കുന്നത് നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫ്രൈക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഈ മീനിനെ നമ്മളൊരു 3-4 പ്രാവശ്യം കടൽ വെള്ളത്തിൽ കഴുകി എടുത്തതിന് ശേഷമാണ് നമ്മൾ കിച്ചൺ സ്റ്റോറിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനി ഏതായാലും നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ഒരു കാഴ്ചയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ സവാളയും കരിവേപ്പിലയും എണ്ണയിലോട്ട് തട്ടിയിട്ടുണ്ട്. മുളകിടും, ഇഞ്ചിയും വെളുത്തുള്ളി. അപ്പോൾ നമ്മൾ ആദ്യം എണ്ണ ചൂടായപ്പോൾ തന്നെ സവാള ഇട്ട് 2 ഇളക്കിളക്കും ആണല്ലേ. അപ്പോൾ ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് നമ്മളെ മുളക് പൊടിയും മസാലക്കൂട്ടുകളും ഇടും. മൂത്ത് വരും അല്ലേ. അപ്പോൾ ഉപ്പും കാര്യങ്ങളെല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതായത് ഉള്ളി പെട്ടെന്ന് മൂത്ത് വരാനായിട്ട്. മഞ്ഞപ്പൊടിയും കൂടെ ലേശം ഇട്ട് കൊടുത്തു. അടപ്പ് മൂടി വെച്ച് കുറച്ച് നേരം ആ ചൂടേറ്റി അങ്ങ് ആ സവാളേനെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാക്കി, അതായത് കല്ലിലിട്ട് ചതച്ചെടുത്ത് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് അത് കഴിഞ്ഞ് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് അതാണ് വയ്ക്കാം. എന്നിട്ട് വീണ്ടും കരണ്ടി ഇട്ട് 2 ഇളക്കിയിട്ട് അടച്ചു വയ്ക്കും. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ടങ്ങ് വെന്ത് റെഡിയാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് എത്ര മിനിറ്റ് വയ്ക്കും? 10 മിനിറ്റ്. അപ്പോൾ നല്ലപോലെ ഉള്ളി അങ്ങ് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ചെറുതായിട്ടങ്ങ് ഇളക്കി ആ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലപോലെ മൂത്ത് ഒരേ നിറത്തിലങ്ങ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ മസാലയും കാര്യങ്ങളൊക്കെ, ഉള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞിരുന്നപ്പോഴേക്കും ചുവന്ന തക്കാളിയും കാര്യങ്ങളെല്ലാം തക്കാളി അങ്ങിട്ട് ഒന്നുകൂടെ അങ്ങ് വരട്ടിയെടുക്കുകയാണ്. അപ്പോൾ പൊന്നു നന്നായിട്ടങ്ങ് മൂത്ത് വന്നിട്ടുണ്ട്. സവാളയൊക്കെ നല്ലപോലെ അങ്ങ് പിടിച്ചിട്ടുണ്ട് കേട്ടോ.
ഇനി മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ എന്തൊക്കെ പൊടിയുണ്ട്? മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഫിഷ് മസാല. അപ്പോൾ ഇതെല്ലാം ഇട്ട് മിശ്രിതമാണ്, അതായത് മുളക് പൊടിയെല്ലാം ഇട്ട് ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതങ്ങ് എടുത്ത് ആ ഉള്ളിയുടെ കൂടെ തന്നെ തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടതാ നന്നായിട്ട് ആ മൂത്ത ഉള്ളിയിലോട്ട് അങ്ങ് പതുക്കെ അങ്ങ് ഇളകി കൊടുക്കും. എല്ലാം കൂടെ അങ്ങ് മസാല പിടിക്കട്ടെ. കാണാൻ തന്നെ നല്ല രസമില്ലേ? അങ്ങനെ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ അങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ മസാലയും കാര്യങ്ങളെല്ലാം ഒന്ന് നന്നായിട്ട് നനഞ്ഞങ്ങ് നിൽക്കട്ടെ. അതിൻ്റെ കൂടെ നമ്മളെ കഞ്ഞിവെള്ളം പതുക്കെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി അങ്ങ് ഇളക്കും. വെള്ളവും മസാലയും കാര്യങ്ങളെല്ലാം ഒരേപോലെ അങ്ങ് തുല്യതയായിട്ട് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ആ കട്ടി കണ്ട വേണ്ട. നല്ലതുപോലെ ഇളക്കണം, കറി ശരിയാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രമേ കറി ശരിയാവുള്ളൂ എന്നാണ് നമ്മുടെ മാമൻ പറയണത്. അങ്ങനെ കറി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒന്നുകൂടി കഞ്ഞിവെള്ളം 1 കപ്പ് കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ 2 കപ്പ് കഞ്ഞിവെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ മാത്രമേ കട്ട പിടിച്ചിരിക്കുന്ന മസാലയും കാര്യങ്ങളെല്ലാം ആ വെള്ളത്തിൽ മിക്സ് ആകത്തുള്ളൂ. ഒന്നുകൂടി അത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടാ. അപ്പോൾ 3ാമത്തെ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഞ്ഞിവെള്ളം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പച്ചവെള്ളം ഇതുവരെ ഒഴിച്ചിട്ടില്ല. അപ്പോൾ കഞ്ഞിവെള്ളം മാത്രമാണ് ഒഴിച്ചതാ കറി 3 കപ്പ് വെള്ളത്തിൽ അങ്ങ് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മീനിടും അല്ലേ? അപ്പോൾ 4 കപ്പ് വെള്ളം, അതായത് 4 കപ്പ് കഞ്ഞിവെള്ളം മാത്രം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. വേറെ ഒരു വെള്ളവും പച്ചവെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ കഞ്ഞിവെള്ളം മാത്രമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ മീൻ കറി അത് നന്നായിട്ട് മസാലയും കാര്യങ്ങളൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം അടപ്പെടുത്ത് മൂടി വയ്ക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീനും കാര്യങ്ങളൊക്കെ ഇടത്തുള്ളൂ. മീനും ഇതൊക്കെ നമ്മൾ കേരച്ചൂരനെ കട്ട് ചെയ്ത് ആ ചരുവത്തിൽ വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതെന്തോ വരട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കരള് അതിൻ്റെ ലിവറും കാര്യങ്ങളെല്ലാം നമ്മൾ വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നുറുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചൂരേനെ കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചരുവത്തിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മീൻ ഈ കറി തിളയ്ക്കുന്ന സമയത്ത് ഇടുന്നത് കാണാം. നമ്മളെ കറി ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതെ മീനും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകും. ആദ്യം തന്നെ കേരയുടെ തല ആദ്യം നന്നായിട്ട് വേഗേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ന തല തന്നെയാണ്. മാംസത്തേക്കാൾ വേഗം ഒരുപാട് സമയം എടുക്കുന്നതും തല തന്നെയാണ്. അപ്പം തല ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആളുടെ പേര് മെയിൻ കുക്കാണെന്ന് പറയാം. മീനുകളെല്ലാം വരിവരിയായിട്ട് അങ്ങ് പിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുക്കും മൂലയിലെല്ലാം സ്ഥലമുള്ള എല്ലാ സ്ഥലത്തും മീൻ പീസുകൾ കട്ട് ചെയ്തിടുന്നുണ്ട് അല്ലേ. എല്ലാ സൈഡിലായിട്ട് അങ്ങ് മീനിനങ്ങ് മൊത്തത്തിലങ്ങ് ഇട്ട് മസാലയുടെ ഒരു കട്ടിങ് കാര്യങ്ങൾ ആ മീനിലോട്ട് വീഴുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. അത് ആ മീനും കാര്യങ്ങളെല്ലാം കറിയിലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ മസാലയൊക്കെ പിടിച്ചതണ്ട തിളച്ച് വരുമ്പോഴേക്കും അത് നന്നായിട്ട് ഇതായിക്കോളും.
പിന്നെ കുറച്ച് നേരം അടച്ചു വെച്ച് അത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് കാണാം. അവിടെ നിന്നൊക്കെ എണീറ്റ് എല്ലാവരും നമ്മുടെ കറിയും കാര്യങ്ങളെല്ലാം റെഡി വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പറ്റി ഒന്ന് നന്നായിട്ട് പറ്റി മസാലയും കാര്യങ്ങളെല്ലാം ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ ചോറ് കഴിക്കുന്നതായിരിക്കും. ഓക്കെ എൻ്റെ മോനെ. ഓക്കെ ഉപ്പ് നോക്കാൻ വേണ്ടി ഗണപതിക്ക് കൊടുക്കുന്നു. വേണോ ഇത് പൊടിക്കിട്ട് വേണ്ടെന്നാണ് എന്റെ കാഴ്ചപ്പെടുന്നാലും കള്ളുകളി ചെയ്തത് ഒന്നര ധാരാളമാണ് അതിൽ. ഇത് കൂടെ നീ കറി കളഞ്ഞു തലേന്നെടുക്കല്ലേ തലയില്ല. പുച്ഛങ്ങളിൽ സഹായിക്കത്തിരിക്കും തലയില്ല. ഒരു സൂര്യക്ക് 4 വരെ അവിടെ ഒരു താഴെ അവനിട്ടേ ഒരു തല ഇതെനിക്കൊള്ളാം. ചാർജാർ എങ്ങനെയുണ്ട്? തന്നെയാണ്. ആ കൊള്ളാടാ. ഞാമത്തിനെ കുറിച്ച് എനിക്ക് പറയേണ്ടതല്ല, സൂപ്പറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും സന്തോഷത്തോട് കഴിക്കുകയാണ്. ആരും കഴിച്ചില്ല, നിങ്ങളാണ് ആദ്യമായിട്ട് എടുത്തത്. വെച്ചാണ് എന്നെ രുചിക്കുകയാണ്. ആദ്യം വച്ചാളാ. അങ്ങനെ കറിയും കാര്യങ്ങളെല്ലാം റെഡി ആയപ്പോഴേക്കും ഫുഡ് എടുത്തിട്ട് ആൾക്കാർ വരിവരിയായി നിൽപ്പുണ്ട്. മീനും ചാറും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ. ഊട്ടയിലെത്താൻ വരുവേ.